ബി.ജെ.പി. ദേശീയ എക്സിക്യൂട്ടീവ് യോഗം കോഴിക്കോട് തുടരുന്നു. ഉച്ചയ്ക്ക് ശേഷം സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിമാരുടെയും ദേശീയ നേതാക്കളുടെയും യോഗം ചേരും. വിവരങ്ങളുമായി പി.വി. കുട്ടൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. കുട്ടൻ, യോഗം തുടരുകയാണോ? അരുൺ, ബി.ജെ.പി. ദേശീയ നേതാക്കളുടെ യോഗം ഇന്ന് രാവിലെയാണ് ആരംഭിച്ചത്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം ദേശീയ ഭാരവാഹികളുടെയും സംസ്ഥാനത്ത് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിമാരുടെയും സംയുക്ത യോഗം നടക്കും. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ യോഗം ആരംഭിക്കുന്നത്. ഇത് നാളെ ഉച്ചവരെ ഈ യോഗം നീളും. രാവിലെ നടന്ന യോഗത്തിനകത്ത് മറ്റന്നാൾ ജനറൽ കൗൺസിൽ, ദേശീയ കൗൺസിലിനകത്ത് അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങൾ സംബന്ധിച്ചുള്ള ഏകദേശ ധാരണ ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രമേയത്തിൽ വരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാശ്മീർ വിഷയത്തെ പാർട്ടി വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നതെന്ന് നേരത്തെ തന്നെ ദേശീയ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ശക്തമായ നടപടി ബി.ജെ.പി. ആവശ്യപ്പെടുമെന്നും ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. യോഗം ദേശീയ നേതാക്കളുടെയും സംസ്ഥാനത്തെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിമാരുടെയും യോഗം ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കും. നാളെ വൈകിട്ടാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉച്ചയോടുകൂടി കോഴിക്കോട്ടേക്കെത്തും. പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സന്നാഹമാണ് കോഴിക്കോട്ട് ഒരുക്കിയിരിക്കുന്നത്. മറ്റന്നാൾ രാവിലെ മുതലാണ് ദേശീയ കൗൺസിൽ യോഗം നടക്കുന്നത്. സ്വപ്ന നായകർ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലാണ് യോഗം. ഇവിടെ 1700ഓളം പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. നിരവധിയായ വിഷയങ്ങൾ, ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഈ ജനറൽ കൗൺസിൽ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീർ വിഷയം, അതുപോലെ തന്നെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. അതുപോലെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, ഇവിടെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെല്ലാം ഈ തന്ത്രങ്ങൾക്കെല്ലാം യോഗം രൂപം നൽകും. അതുപോലെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളും ഈ കൗൺസിലിൽ ആസൂത്രണം ചെയ്യും. അരുൺ, പി.വി. കുട്ടൻ വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പി. ദേശീയ കൗൺസിലിന്റെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദ തന്ത്രങ്ങളുമായി BDJS. ബി.ജെ.പി. നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചിട്ടില്ലെന്ന് BDJSന് പരാതിയുണ്ട്. BDJS നേതാക്കൾ കണിച്ചുകുളങ്ങരയിൽ യോഗം ചേരുകയാണ്. ഷാജഹാൻ വിവരങ്ങൾ നൽകും. ഷാജി, വിശദാംശങ്ങൾ. അതിനെ BJP നേതൃത്വം BDJSന് നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ല എന്നുള്ള ഒരു വിഷയമാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് BDJSന്റെ അടിയന്തര യോഗം കണിച്ചുകുളങ്ങരയിൽ നടന്നത്. ഈ യോഗത്തിന് ശേഷം അവർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായിട്ടും എടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയാൻ തയ്യാറാകുന്നില്ല. 25, 26 തീയതികളിൽ അവർ പ്രധാനമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ നേരിട്ട് പറയുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം BJPക്കുണ്ടായ നേട്ടങ്ങൾ BDJSലൂടെയാണ്. ഈ നേട്ടങ്ങൾ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ BDJSനെ മറന്നുകൊണ്ട് BJPക്ക് മുൻപോട്ട് പോകാനാവില്ല എന്നൊരു സൂചനയാണ് ഇവർ നൽകുന്നത്. ഇത്തരത്തിൽ BJPയും BDJSും തമ്മിലുണ്ടാക്കിയ ദയന ചർച്ചകളിൽ കാര്യമായിട്ടുള്ള യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് BJPയുടെ ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ കോഴിക്കോട് എത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രവുമായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഇവരെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ 3 മാസമായിട്ടും തിരഞ്ഞെടുപ്പിന് ശേഷം ഇവർക്ക് യാതൊരുവിധ പരിഗണനയും BJPയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇത്തരത്തിലുള്ള പരാതികൾ അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗം കൂടിയതെന്നാണ് BDJSന്റെ നേതാക്കൾ പറയുന്നത്. അരുൺ.